കുടുംബവുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു പെൺകുട്ടിയാണ് അനു. തൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും തൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ് എന്ന് അനുമോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അനു തൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ അടുത്ത് നിന്ന് ഇപ്പോൾ മറ്റൊരു വീട്ടിലേക്കാണ് പോകുന്നത്. മറ്റൊരു കുടുംബത്തിലേക്ക് ചെന്ന് കയറുകയാണ്. അനു ഇനി അഭിനയം നിർത്തുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയാൻ വയ്യ. എന്താണെങ്കിലും നമ്മുടെ കുടുംബം, അതായത് അനുവിൻ്റെ കുടുംബം വളരെ വിഷമത്തോടെ വളരെ വേദനയോടുകൂടിയാണ് അനുവിനെ യാത്രയാക്കുന്നത്. അമ്മയും ഭർത്താവും അപ്പുറവും ഇപ്പുറവും ഇരുന്നാണ് അനുവിനെ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. തന്റെ അച്ഛനെ പറ്റി പലപ്പോഴും കണ്ണ് നിറഞ്ഞ് ഏറെ വേദനയോട് പറഞ്ഞിട്ടുള്ള ആളാണ് അനുമോൾ. ഒരു സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് ഞങ്ങളുടെ അച്ഛൻ. എന്നാൽ ആ കഷ്ടപ്പാടിനിടയിലും ഞങ്ങൾക്ക് വേണ്ടതിനൊന്നും കുറവ് വന്നിട്ടില്ല. ആ കഷ്ടപ്പാട് കണ്ട് വളർന്നത് കൊണ്ട് തന്നെ എൻ്റെ 13ാമത്തെ വയസ്സിൽ ഞാൻ തീരുമാനിച്ചതാണ്, ഞാൻ കാരണം അച്ഛനും അമ്മയും വിഷമിക്കാൻ പാടില്ല എന്ന്. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാനും പാടില്ല. താൻ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്താൻ കാരണം അതുതന്നെയാണ്. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിലൊരു നെടുവീർപ്പ് വരും. മറ്റാരെങ്കിലും അവരുടെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിക്കുകയും ഒരു നെടുവീർപ്പ് വരികയും ചെയ്യും. അമ്മ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷവും വരും, സങ്കടവും വരും. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം കുറെ കാശുണ്ടാക്കാനായതും അറിയപ്പെടുന്നതും ഒന്നുമല്ല, ഈ അച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിക്കാൻ കഴിഞ്ഞു എന്നതാണ്. എവിടെ പോയാലും നീ കഴിച്ചോ, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന രണ്ടേ രണ്ട് ആൾ മാത്രമേ ലോകത്തുള്ളൂ, അത് അച്ഛനും അമ്മയുമാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ മുൻപൊക്കെ സ്റ്റാർ മാജിക്കിന്റെ സെറ്റിലുള്ളപ്പോൾ അമ്മ വിളിച്ചു ചോദിക്കുമ്പോൾ ഒന്ന് വയ്ക്കമ്മേ, വെറുതെ വിളിച്ചുകൊണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ വിഷമം തോന്നും. ഇപ്പോൾ ഞാൻ സുഹൃത്തുക്കളോടൊക്കെ പറയും അങ്ങനെയൊന്നും പറയരുതേ എന്ന്. ബിഗ് ബോസിനകത്ത് വെച്ച് തൻ്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. അമ്മയുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വരെ ആഗ്രഹിച്ചിരുന്നു എന്നും അനുമോൾ പറയുന്നു. അനുവിന്റെ വിവാഹ ലുക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരെയും അമ്പരപ്പിച്ചു. സെറ്റ് സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവൊക്കെ വച്ച് അതിസുന്ദരിയായ ഒരു കേരള തനിനാടൻ പെൺകുട്ടിയായി വരുമെന്ന് കരുതിയപ്പോൾ ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് അനു തിരഞ്ഞെടുത്തത്. തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഒരു മിക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേരളത്തിന്റെ തനതായ ഒരു കളർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പട്ടും റെഡും ഗ്രീനും ഒക്കെയാണ്. എന്നാൽ തമിഴ്നാട്ടുകാർ കൂടുതൽ തിളക്കമുള്ള വസ്ത്രങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. കുറച്ചുകൂടി ഓറഞ്ച്, യെല്ലോ തുടങ്ങിയ കളറൊക്കെയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. അനുവിന്റെ വസ്ത്രധാരണം ശരിക്കും നമ്മൾ ആരും പ്രഡിക്റ്റ് ചെയ്യാത്തൊരു കളറായിരുന്നു. ഒരു ഗോൾഡൻ യെല്ലോയിഷ് കളറായിരുന്നു ഇരുവരും തിരഞ്ഞെടുത്തത്. അതും സാരിയുമല്ല, ഹാഫ് സാരിയുമല്ല, ഒരു ലഹങ്ക മോഡൽ ഡ്രസ്സായിരുന്നു അനു തിരഞ്ഞെടുത്തത്. വിവാഹത്തിന് സാധാരണ എല്ലാവരും ഒന്നെങ്കിൽ ഹാഫ് സാരി അല്ലെങ്കിൽ സെറ്റുമുണ്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും പലരും തിരഞ്ഞെടുക്കാറുള്ളത്. ഇതൊന്നുമല്ലാതെ അനുമോൾ തന്റെ ഡ്രസ്സ് അതിസുന്ദരമായി തന്നെ ഒരുപാട് നാളെടുത്താണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് എന്നും പറയുന്നുണ്ട്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ് അനുവിനെ സംബന്ധിച്ചിടത്തോളം ഈ വസ്ത്രവും എല്ലാം തന്നെ. സിജൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് മേക്കപ്പ് ചെയ്ത് അനുവിനെ സുന്ദരിയാക്കി മാറ്റിയത്. M.OD സിഗ്നേച്ചർ ആയിരുന്നു ജ്വല്ലറി. ഡ്രേപ്പ് വിത്ത് KPയുടെ അടിപൊളി ഡ്രേപ്പിക്കും കൂടെ ആയപ്പോൾ അനുമോൾ അതിസുന്ദരിയായി മാറി. അനുവിന്റെ ഓരോ ഓർണമെന്റ്സിനും മിനിമൽ ആയിട്ടുള്ള ആഭരണങ്ങളും മുടി അഴിച്ചിട്ടുള്ള സിമ്പിൾ ഹെയർ സ്റ്റൈലും എന്നാൽ ഇച്ചിരി മുല്ലപ്പൂ വെച്ച് ഇച്ചിരി നാടൻ ലുക്കും ഒക്കെ ആയപ്പോൾ അനു അതിസുന്ദരിയായി മാറി. ശരിക്കും പറഞ്ഞാൽ ഒരു സർപ്രൈസ് തന്നെയായിരുന്നു അനുവിന്റെ വിവാഹം. ലൈഫ് സ്റ്റൈൽ ഫിറ്റ്നസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എന്തായാലും ഒരു നടനല്ലാതെ ആരെങ്കിലും ആയിരിക്കും അനുവിനെ വിവാഹം കഴിക്കുന്നതെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. അനുമോളുടെ അടുത്ത ബന്ധുക്കൾ ഒരു 50-ൽ താഴെ ആളുകൾ മാത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ പങ്കെടുത്തത്. നടൻ സുരേഷ് ഗോപി എത്തിയത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറിയിരുന്നു. MP-യും നടനുമായ സുരേഷ് ഗോപി എത്തിയിരുന്നു. താലി കെട്ടിയതിനു ശേഷം വധൂവരന്മാർ സുരേഷ് ഗോപിയുടെ അനുഗ്രഹം വാങ്ങി. അധികം ആളുകളെയൊന്നും താൻ വിവാഹത്തിന് ക്ഷണിച്ചിട്ടില്ല. ഏറ്റവും വേണ്ടപ്പെട്ട വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. വിളിക്കാനാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടെന്നാണ് അനുമോൾ പറഞ്ഞത്. ഇപ്പോൾ ഇതാ കല്യാണമായി. ഞാൻ അധികം കൊട്ടിഘോഷിക്കാതിരുന്നത് തന്നെയാണ്. ഇത് നമ്മുടെ സ്വകാര്യ സന്തോഷമല്ലേ, അതുകൊണ്ടാണ് ആരോടും പറയാതിരുന്നത്. വിവാഹമാണെന്ന് കേൾക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് സന്തോഷമുണ്ടാവും. എൻ്റെ നല്ലത് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഇതുപോലെ മോശം ആഗ്രഹിക്കുന്നവരുമുണ്ട്. അങ്ങനെ മോശം ആഗ്രഹിക്കുന്നവർക്ക് ആദ്യമേ എല്ലാം കൊടുക്കണ്ട എന്ന് കരുതിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ വിവാഹത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയാത്തത്. സന്തോഷം ആഗ്രഹിച്ചിരിക്കുന്നവർക്കായി എല്ലാ വിശേഷങ്ങളും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു പറയുമെന്നും അനുമോൾ പറയുന്നു. സ്റ്റാർ മാജിക് ഷോയിലൂടെയാണ് അനുമോൾ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത്. അതിനുശേഷം നിരവധി ആക്ഷേപഹാസ്യ പരിപാടികൾ അനുമോൾ ചെയ്തിരുന്നു. സ്റ്റേറ്റ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. 2025-ലാണ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ വിന്നർ എന്ന നിലയിലും അനുമോൾ ശ്രദ്ധേയയായി മാറി. ബിഗ് ബോസിന് ശേഷമാണ് അനുമോളിനെ സ്നേഹിക്കുന്നവരും വെറുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്. എന്നാൽ അനുമോൾ ഇന്നും
എന്നും എന്നും ഒരുപോലെ തന്നെയായിരുന്നു.